ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. +1 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ഇത് അടിപൊളിയായിട്ട് സ്കോറിലേക്ക് എത്താം നമുക്കൊന്ന് പ്ലാൻ സെറ്റ് ചെയ്യണം അല്ലേ. ആകെ ഒരു മാസം സമയമുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം മോഡൽ എക്സാം വരികയാണ് 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മോഡൽ എക്സാമാണ്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇത് പഠിച്ച് നല്ല സ്കോർ എത്തണം നമുക്ക് നോക്കാം. യെസ്, ചാപ്റ്റർ നമ്പർ 1 to 11 ചാപ്റ്റേഴ്സാണ് +1 കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചോളം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആകെ പഠിക്കുന്നത് ഒരൊറ്റ ലാംഗ്വേജ് ഉള്ളൂ. ആ ലാംഗ്വേജാണ് C++ എന്നുള്ള ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ. ഈ C++ എന്നുള്ള ചാപ്റ്റർ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്? ചാപ്റ്റർ നമ്പർ 4 മുതൽ 7 വരെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പഠിക്കണം. കാരണം എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും തുടങ്ങാം, അത് പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം മോഡൽ എക്സാമാണ്. മോഡൽ എക്സാമിന് എല്ലാം പഠിച്ച് എത്തൂല എന്നുള്ള തോന്നുന്നവർക്ക് മാർക്ക് വെയിറ്റേജ് നോക്കി തന്നെ പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ചാപ്റ്റർ നമ്പർ 4, ചാപ്റ്റർ നമ്പർ 3 അൽഗോരിതം ഫ്ലോ ചാർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അതും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഓരോ ചാപ്റ്റർ വൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ചാപ്റ്റർ നമ്പർ 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറാണ്. 8 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. 8 മാർക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്പർ കൺവേർഷൻസ് തന്നെയാണ്. ഇതാണ് നമ്പർ കൺവേർഷൻസ്. അതേപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ് അതൊന്ന് പഠിക്കണം. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നോക്കണം. അതേപോലെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ, ആ ഡയഗ്രാം, ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. കം ടു ചാപ്റ്റർ നമ്പർ 2. ചാപ്റ്റർ നമ്പർ 2 11 മാർക്കുണ്ട്. കാരണം തിയറിയാണ്. വളരെ സിമ്പിളാണ്. ഇത് എന്ത് തന്നെ ആയാലും ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ നമ്പറിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ 25 ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിക്കുക. ആ 25 ക്വസ്റ്റ്യനിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൽ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ഇ വേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫങ്ഷൻസ് ഓഫ് OS ഇമ്പോർട്ടൻ്റ് ആണ്. റാം വേഴ്സസ് റോമിൻ്റെ ടൈപ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചാപ്റ്റർ നമ്പർ 3 ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. 5 ടോപ്പിക് അല്ലെങ്കിൽ 6 ടോപ്പിക്കേ ഉള്ളൂ. ആ ടോപ്പിക്കിൻ്റെ ഉള്ളിലുള്ള ഹെഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിക്കണം. അതാണ് 25 ക്വസ്റ്റ്യൻസ്. അതൊന്ന് സെറ്റാക്കി വെക്കാം. ചാപ്റ്റർ 3ലേക്ക് ഇറങ്ങാം. ചാപ്റ്റർ 3 മുതൽ അൽഗോരിതമാണ്. അൽഗോരിതം ഫ്ലോ ചാർട്ടിൽ 8 മാർക്കാണ്. 8 മാർക്കിൽ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിബഗിങ് പഠിക്കണം. പിന്നെ ആ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഒഴിവാക്കാനില്ല. അൽഗോരിതം മുതൽ ഫ്ലോ ചാർട്ട് മുതൽ ഒരു 9 എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന 1 to 100, 100 to 1, 1 to n അങ്ങനെ തുടങ്ങിയ ആ എക്സാമ്പിൾസ് അത് വൃത്തിയിൽ പഠിക്കണം. ദെൻ കം ടു ചാപ്റ്റർ നമ്പർ 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്. C++ എന്ന ലാംഗ്വേജ് പഠിക്കുമ്പം അതിലുള്ള എലമെൻസുകൾ ക്യാരക്ടർ സെറ്റും ടോക്കണും. ദെൻ 6 മാർക്കാണ് വെയിറ്റേജ്. ചാപ്റ്റർ 5ലേക്ക് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് 7 മാർക്കാണ്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. നമുക്കതൊക്കെ ഓരോന്നായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനൊരു ഔട്ട്ലൈൻ ഇട്ട് എന്നുള്ളൂ. ചാപ്റ്റർ 6ലേക്ക് വരികയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ആണ്. സ്ട്രക്ചർ പഠിക്കണം. C++ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങിയ ഡാറ്റ ടൈപ്പ് മോഡിഫയർ, ടൈപ്പ് കൺവേർഷൻസ്, ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് പഠിക്കണം. ദെൻ ലാസ്റ്റ് പ്രോഗ്രാമിംഗ് ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കേസിൽ 2 പാർട്ടാണ്. അതായത് ഈഫ്, എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഈഫ് അടങ്ങിയ പാർട്ട്, അതേപോലെ സ്വിച്ചിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ലൂപ്പിൻ്റെ പാർട്ട്, ദെൻ ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ സെറ്റാക്കുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ 10 മാർക്ക് ഇത് പ്രോഗ്രാമിംഗ് തീർന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 11 മാർക്കുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തിയറിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പഠിക്കുമ്പോൾ നമുക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 2 ചാപ്റ്റർ വെയിറ്റ് തിയറിയിൽ ഏറ്റവും കൂടുതലുള്ള ചാപ്റ്റർ നമ്പർ 2 അല്ലേ, ഫങ്ഷണൽ യുവർ കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും 11 22 മാർക്ക് കിട്ടി. 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ. സാറേ ഇനിയും പഠിച്ചു തുടങ്ങിയാൽ പാസ്സാകുമോ അല്ലെങ്കിൽ A+ കിട്ടുമോ? അവരോടൊക്കെ ആ നോർമൽ ഡയലോഗ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഒരു മാസം നമുക്ക് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാം കവർ ചെയ്യും. പക്ഷെ പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാനാണ് ഞാൻ പറഞ്ഞത്. പ്രോഗ്രാമിങ് അപ്പാടെ ഒഴിവാക്കുന്ന ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്. ഉണ്ടായാൽ കൂളായി പൊട്ടും. ആ സിസ്റ്റം മാറിയിട്ട് ചാപ്റ്റർ നമ്പർ 3 മുതൽ അൽഗോരിതം ഫ്ലോ ചാർട്ട് സെലക്ട് ചെയ്ത് വെച്ച
ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി മാത്രം വെച്ച് പഠിക്കുക. ചാപ്റ്റർ 2 കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എൻ്റെ 25 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക. ചാപ്റ്റർ 3 അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു ടോപ്പിക്കും വിടരുത്. എന്നാൽ എല്ലാ ടോപ്പിക്കും ഉണ്ടാവും വേണം. എന്നാൽ മൊത്തം പഠിക്കണ്ട. ആ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് പഠിക്കാം, സെറ്റാക്കാം. സോ ചാപ്റ്റർ നമ്പർ 9 വരുമ്പോൾ ഇൻ്റർനെറ്റാണ്, തിയറിയാണ്, സോഷ്യൽ മീഡിയ ഉണ്ട്, അഡ്വാൻറ്റേജ് സോഷ്യൽ മീഡിയ പഠിക്കണം, സൈബർ, അത് സെലക്ട് ചെയ്ത ടോപ്പിക്ക് മാത്രം ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. 6 മാർക്കാണ് ഇതിലുള്ളത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ICT ആപ്ലിക്കേഷൻ, ICTയുടെ സർവീസസ് ആണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ 3 സർവീസസ്, ഗവേണൻസ്, ബിസിനസ്, ലേണിംഗ്. അതിൻ്റെ എല്ലാത്തിനും ബെനിഫിറ്റ് പഠിക്കുക, ചലഞ്ച് പഠിക്കുക, അതേപോലെ ലേണിങ്ങിൻ്റെ ടൂൾ പഠിക്കുക. ഇത് മതി മക്കളെ, ധാരാളമാണ് 5 മാർക്കിന്. അപ്പോൾ ഒരു ബെനിഫിറ്റും ഒരു ചലഞ്ചുമാണ് സ്ഥിരമായി ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ടൂൾസ്. അപ്പോൾ സെലക്ട് ചെയ്ത് വെച്ച് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 110 ടോപ്പിക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, അത്ര ഒന്നും ഉണ്ടാവില്ല. ഒരു 50 to 100 ഉള്ളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെക്കുക. 50 മുതൽ 100 വരെ അല്ലെങ്കിൽ 100, 120 ക്വസ്റ്റ്യൻസുകളെ ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് വെച്ച് മാത്രം പഠിക്കുക. അതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും മക്കളെ A+ ഗ്യാരണ്ടി. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും സെലക്ട് ചെയ്ത് പഠിക്കരുത്, മറിച്ച് എല്ലാം ഉണ്ടാവണം. എന്നാൽ കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡൽ എക്സാം 16 to 21 സെറ്റ് ചെയ്തിട്ട് വളരെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. മാർക്ക് വെയിറ്റേജ് കണ്ട് പഠിക്കാം. പ്രോഗ്രാമിങ് ചാപ്റ്റർ അപ്പാടെ ഒഴിവാക്കരുത്. ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ചാപ്റ്റർ നമ്പർ 7 ഒഴിവാക്കുകയാണെങ്കിൽ അത് പബ്ലിക്കിന് പിടിക്കാം. ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാം. തിയറി വിടരുത്. ചാപ്റ്റർ നമ്പർ 2 11 പഠിക്കരുത്, പഠിക്കാതെ പോകരുത്. 2 ഏതാ 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്കും. സോ മക്കളെ, എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ 25 ക്വസ്റ്റ്യൻ്റെ സാധനം കിട്ടണം, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൂടെയുണ്ട് മക്കളെ. എഡ്യൂപോർട്ട് നമുക്ക് സെറ്റാക്കി പഠിക്കാം. എല്ലാ ചാപ്റ്റേഴ്സും എന്തൊക്കെ വേണോ ഞങ്ങളുടെ ബാച്ചുമായി ബന്ധപ്പെട്ടിട്ടോ വേറെ എന്ത് കാര്യങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.